എന്താ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ. സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന്റെ സർട്ടിഫിക്കറ്റുകളാണ്. ഇത് എടുത്ത് നോക്കാൻ കാരണം എന്നാന്നറിയോ, ഒരു കൊച്ചു കരഞ്ഞു നിലവിളിച്ച കൊച്ചിന്റെ ഇത് സ്റ്റോറി ഉണ്ടില്ലായിരുന്നോ? അതിന്റെ അകത്ത് ആ കൊച്ചു പറയുന്നുണ്ട് അത് സയൻസ് ഗ്രൂപ്പാണ്, അത് പരീക്ഷ കളഞ്ഞിട്ടാണ് കലോത്സവത്തിനൊക്കെ വന്നതെന്ന്. അപ്പൊ ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ ഇത്രയും സർട്ടിഫിക്കറ്റ്, ഇത് മുഴുവൻ മോന്റെ സർട്ടിഫിക്കറ്റ്, ഇത് കേരള സ്റ്റേറ്റ് ഇത് മുഴുവൻ സർട്ടിഫിക്കറ്റുകളാണ്. ഇത് ഒരു പ്രാവശ്യമെങ്കിലും മോനെ അത് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയിട്ടുണ്ടാ? ഇത് അടക്കി വെക്കേണ്ട ചുമതലയും അമ്മയുടെ തന്നെ അല്ലേ? ഇനി ട്രോഫികള്, ഈ ട്രോഫികള് മൊത്തം കലോത്സവത്തിൻ്റെയാ. ഇത് തുടർച്ച് വൃത്തിയാക്കുന്ന ചുമതലയും അമ്മയുടെ തന്നെ. അല്ലാതെ ഇത് വല്ലപ്പോഴും കാണുമ്പോൾ ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ ചിലപ്പോഴെങ്കിലും ഞാൻ ഓർക്കാറുണ്ട്, ഇത്രയും തീവ്രമായിട്ടൊക്കെ മത്സരിക്കേണ്ടിയിരുന്നോ എന്നല്ലേ. പക്ഷേ ഇപ്പോഴും ഈ ഡാൻസ് കൊണ്ടുപോകാനും ഡാൻസ് കയ്യിൽ നിൽക്കാനും ഒക്കെ കാരണം ഈ സ്കൂൾ സർട്ടിഫിക്കറ്റും ഒരു തൊഴിലുള്ളത് തന്നെയല്ലേ അല്ലേ? അപ്പൊ ഈ കുട്ടികൾ ഡാൻസിന് വേണ്ടിയിട്ട് പഠിത്തവും കാര്യങ്ങളും കളയുന്നത് ശരിയാണോ? ഇത് പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു രസം, ഒരു കൗതുകം എന്നല്ലാതെ ഇത്രയ്ക്ക് മനസ്സ് വേദനിച്ച് കുട്ടികൾ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ശരിക്കും ഭയങ്കര സങ്കടം തോന്നി. അപ്പം ഇപ്പോഴും പഠനത്തിനാണ് പ്രാധാന്യം. ഇത് പാഠ്യേതര പ്രവർത്തനങ്ങളാണ് കലോത്സവങ്ങളൊക്കെ. അപ്പം അതിനൊരു ലിമിറ്റ് വെക്കുന്നത്, ലിമിറ്റില്ലാതെ ഇത് ചെയ്ത വ്യക്തി എന്നുള്ള രീതിയിൽ ഇതിൽ ലിമിറ്റ് വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.